ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും CSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ് VFA ബെബ്കോ എന്നിവയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് 2025 ജനുവരി ഉള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ഭാഗം 2025 ജനുവരിയിലെ അടുത്ത ഭാഗത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, തുടങ്ങിയാലോ. ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നോക്കിയേ, അവിടെ യാല ഗ്ലേഷ്യർ. എന്താണ് യാല ഗ്ലേഷ്യർ? അതായത് ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? യാല ഗ്ലേഷ്യർ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? യാല ഗ്ലേഷ്യർ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് നേപ്പാളാണ്. ഓക്കെ, അപ്പൊ യാല ഗ്ലേഷ്യർ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. മറക്കരുത്, യാല ഗ്ലേഷ്യർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നേപ്പാൾ കേട്ടോ. നേപ്പാളിലാണെന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്തത് നമ്മുടെ 38ാമത് ദേശീയ ഗെയിംസ് 2025 നടന്നത് അല്ലേ. അപ്പൊ ഈ 38ാമത് ദേശീയ ഗെയിംസില് ഉദ്ഘാടന ചടങ്ങില് കേരള ടീമിന് വേണ്ടിയിട്ട് പതാക ഏന്തിയ വനിത ആരാണ്? അല്ലെങ്കിൽ പതാക ഏന്തിയത് ആരാണെന്ന് ചോദിച്ചത് ആരാണ്? PS ജീനയാണ്. എന്താണ്? 38ാമത് ദേശീയ ഗെയിംസില് ഉദ്ഘാടന ചടങ്ങില് കേരള ടീമിന് വേണ്ടി പതാക വഹിച്ചത് അല്ലെങ്കിൽ പതാക ഏന്തിയത് ആരാണ്? അത് PS ജീനയാണ്. എത്രാമത് ദേശീയ ഗെയിംസ് ആയിരുന്നു? 38ാമത് ദേശീയ ഗെയിംസിലാണ് അല്ലെ. 38ാമത് ദേശീയ ഗെയിംസ് ആണ്. ഓക്കെ, ആരായിരുന്നു? PS ജീന. ബാസ്കറ്റ്ബോൾ താരമാണ് നമ്മുടെ, ബാസ്കറ്റ്ബോൾ അല്ല, വോളിബോൾ താരമാണ് കേട്ടോ. വോളിബോൾ താരമാണ് ജീന എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, വോളിബോൾ താരമാണ്, വോളിബോൾ ആണ്. 2025 ജനുവരിയില് റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു അല്ലെ. അപ്പൊ 2025 ജനുവരിയിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തില് ക്ഷണം കിട്ടിയ ആദിവാസി രാജാവ് ആരാണ്? ആ ആദിവാസി രാജാവിന്റെ പേരാണ് രാമൻ രാജമന്നൻ. എന്താണ്? 2025 ജനുവരിയിലെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ക്ഷണം കിട്ടിയിട്ടുള്ള ആദിവാസി രാജാവാണ് രാമൻ രാജമന്നൻ. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത് അത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണെന്ന് ഓർത്തു വെച്ചേക്കുക. ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അടുത്ത് നോക്കിയാലോ. 2025 നമ്മുടെ നീതി ആയോഗ് പുറത്തുവിട്ട ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിംഗ് 2022-23 ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് ഒഡീഷ. എന്താണ്? 2025 നീതി ആയോഗ് ഒരു ഇൻഡെക്സ് പുറത്തുവിട്ടു. അത് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിംഗ് ആണ്. അത് 2022-23 2025 പുറത്തുവിട്ടത്. അപ്പം ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമായി മാറി ഏത്? ഒഡീഷ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം അറിഞ്ഞിരിക്കണം അല്ലെ. കേരളം 15ാം സ്ഥാനത്താണ് കേട്ടോ. കേരളം എത്രാം സ്ഥാനമാണ്? 15ാം സ്ഥാനത്താണ്. ഓക്കെ അല്ലേ. അപ്പൊ 2025 നീതി ആയോഗ് പുറത്തുവിട്ടിട്ടുള്ള ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിങ് 2022-23 ഒന്നാം സ്ഥാനം നേടിയത് ഒഡീഷയും കേരളം 15ാം സ്ഥാനത്തുമാണെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത് നോക്കിയാൽ, പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്ന ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? ഈ പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്ന ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകിയ രാജ്യമാണ് ഇറാഖ്. എന്താണ്? വിവാഹപ്രായം, പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്ന ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? ഇറാഖാണ് കേട്ടോ. ഇറാഖ്. അടുത്ത് നോക്കിക്കേടാ, ഒരു വേദിയാണ്. അതായത് വേദിയല്ല, അതൊരു ഇതാണ്, പൊസിഷനാണ്. നോക്കിക്കേ, 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ്. എന്താണ്? 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സില് ഒന്നാം സ്ഥാനം നേടിയ രാജ്യം എന്ന് പറയുന്നത് USA ആണ്. 2024 USA ആയിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഓക്കെ, 2025 അതേപോലെ തന്നെ USA ആണ്. അപ്പൊ 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം USA ആണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം അറിയണ്ടേ? 4ാം സ്ഥാനമാണ്. അപ്പൊ 1, 2 സ്ഥാനങ്ങൾ ഏതൊക്കെ പങ്കിട്ടു? ഒന്നാം സ്ഥാനം നമ്മുടെ റഷ്യയാണ്. ഒന്നാം സ്ഥാനം അല്ല, 2ാം സ്ഥാനം കേട്ടോ. 1 USA അല്ലേ, 2 റഷ്യയാണ്. ദെൻ 3 ഏതാ? USA ആണ് കേട്ടോ. 1 USA, 2 റഷ്യ, 3 ചൈന കേട്ടോ. ഇന്ത്യ 4ാമത്. കിട്ടിയോ? 1 USA, 2 റഷ്യ, 3 ചൈന, 4 ഇന്ത്യയാണ്. ഓക്കെ, ടോട്ടൽ 145 രാജ്യങ്ങളുണ്ട്. 145 രാജ്യങ്ങളിൽ നിന്നാണ് USA ഒന്നാം സ്ഥാനത്തേക്ക് വന്നത്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ, എവറസ്റ്റിലെ
മലിനീകരണ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയത് ഏത് രാജ്യമാണ്? എവറസ്റ്റ് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് അല്ലെ എവറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേപ്പാളിലാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എവറസ്റ്റിലേക്കുള്ള, അല്ലെങ്കിൽ എവറസ്റ്റിന്റെ മലിനീകരണ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയത് നേപ്പാളാണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലോക സീരീസ് കാർട്ടിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ലോക സീരീസ് കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മാറിയ ആര്? അതിക മിർ. ആരാണടാ? അതിക മിർ. ഒന്നുകൂടെ, ലോക സീരീസ് കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അതിക മിർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ക്രിക്കറ്റ് താരമാണ് മൈക്കിൾ ക്ലാർക്ക്. ആരാണ്? മൈക്കിൾ ക്ലാർക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ക്രിക്കറ്റ് താരം മൈക്കിൾ ക്ലാർക്ക് ആണ്. അടുത്ത നോക്കിയാലോ, അടുത്ത ഒരു വിയോഗമാണ്. അതായത് 2025 ജനുവരിയിൽ അന്തരിച്ചിട്ടുള്ള ഒരു കഥകളി കലാകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അത് നമ്പ്യാരത്ത് അപ്പുണ്ണി തരകനാണ്. അപ്പൊ ഈ നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ കഥകളി കലാകാരനാണ്. അതായത് കഥകളി ചമയങ്ങളൊക്കെ അണിയിച്ചൊരുക്കത്തില്ലേ, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അതിൽ പ്രാഗൽഭ്യം നേടിയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത് ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ. അതായത് 2025 ജനുവരിയിൽ അന്തരിച്ചു. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്ത് നോക്കിയേ. അടുത്തിടെ ഗ്രാമകോടതി ആരംഭിച്ച ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാണ്? അടുത്തിടെ ഗ്രാമകോടതി ആരംഭിച്ചിട്ടുള്ള നിയോജക മണ്ഡലം ഏതാണത്? അതാണ് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം. ഓക്കെ, വാമനപുരമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഗ്രാമകോടതി ആരംഭിച്ച നിയോജക മണ്ഡലമാണ് വാമനപുരം. അടുത്ത നോക്കിക്കാൻ ഒരു രോഗമാണ് ഗില്ലൈൻ സാരെ സിൻഡ്രോം. ഓക്കെ, ഗില്ലൈൻ ബാരെ സിൻഡ്രോം, സാരയല്ല ബാരെ. ഗില്ലൈൻ ബാരെ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ഗില്ലൈൻ ബാരെ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത നോക്കിക്കേ. ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. ഏതാണ്? ബോംബെ ഹൈക്കോടതി. അടുത്തത്, പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യം ഏതാണ്? പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യമാണ് തായ്ലൻഡ്. എന്താണ്? പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യം ഏതാണ്? തായ്ലൻഡ് ആണ്. തായ്ലൻഡ്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം. നോക്കിക്കേ, നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? യാലാ ഗ്ലേഷ്യർ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? അല്ലെ, യാലാ ഗ്ലേഷ്യർ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. 38ാമത് ദേശീയ ഗെയിംസ്, ശ്രദ്ധിക്കണേ, 38ാമത് ദേശീയ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന് വേണ്ടി പതാക ഏന്തിയത് ആരാണ്? അത് PS ജീനയാണെന്ന് ഓർക്കുക. ആരാണ്? വോളിബോൾ താരമായിട്ടുള്ള PS ജീനയാണ്. 2025 ജനുവരിയിൽ നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിട്ടുള്ള ആദിവാസി രാജാവിന്റെ പേരെന്താണ്? രാമൻ രാജമന്നൻ. ആരാണ്? രാമൻ രാജമന്നൻ. അത് ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന ആരാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ആരാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് കേട്ടോ. ഇതിനടുത്തത് നമ്മുടെ 2025 നീതി ആയോഗ് പുറത്തുവിട്ടിട്ടുള്ള ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിങ് 2022-23 ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഒഡീഷ. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം അറിയണം. കേരളത്തിന് 15ാം സ്ഥാനമാണ്. ഓക്കെ അല്ലേ? അടുത്തത്, പെൺകുട്ടികളുടെ വിവാഹ പ്രായം 9 കുറയ്ക്കുന്ന ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? ഇറാഖാണ്. ഇറാഖ്. അടുത്തത്, 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ഒന്നാം സ്ഥാനം USA ആണ്, 2ാം സ്ഥാനം റഷ്യയാണ്, 3ാം സ്ഥാനം ചൈനയും, 4ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക്. ടോട്ടൽ 145 രാജ്യങ്ങളാണുള്ളത്. ഓക്കെ, ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. ഇനി എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം പരിഹരിക്കുന്നതിന് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയത് ഏത് രാജ്യമാണ്? അത് നേപ്പാളാണ്. അവിടെ ഡൗട്ട് വരേണ്ട കാര്യമില്ല, നേപ്പാളാണ്. ലോക സീരീസ് കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മാറിയ ആര്? അതിക മിർ എന്ന് പറയുന്നത്. അതിക മിർ ആണ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? അത് മൈക്കിൾ ക്ലാർക്ക് ആണ്. ആരാണ്? മൈക്കിൾ ക്ലാർക്ക് ആണ്.
ഇനി ഒരു വിയോഗമാണ്. കഥകളി കലാകാരൻ 2025 ജനുവരിയിൽ അന്തരിച്ചിട്ടുള്ള കഥകളി കലാകാരനാണ് നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ. നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ. ഇതിനടുത്തിടെ ഗ്രാമകോടതി ആരംഭിച്ച ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാണത്? തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരമാണ്. വാമനപുരം. അടുത്തൊരു അസുഖമാണ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്നുള്ളതാണ് ഗില്ലൈൻ ബാരെ സിൻഡ്രോം എന്ന അസുഖം. എവിടെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ആദ്യമായിട്ട് മഹാരാഷ്ട്രയിലാണ്. ഉച്ചഭാഷണി ഉപയോഗം ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. ഏതാണ്? ബോംബെ ഹൈക്കോടതി. പ്ലാസ്റ്റിക് മാലിന്യം ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യം ഏതാണ്? പ്ലാസ്റ്റിക് മാലിന്യം ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യമാണ് തായ്ലൻഡ്. ഓക്കെ, തായ്ലൻഡ്. അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണ്. ഒരു മടിയും വിചാരിക്കരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ മൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.